നമ്മുടെ അഭിപ്രായത്തിന് എതിരെ ഒരാള് അഭിപ്രായം പറയുമ്പോൾ വയലൻസ് ഉണർന്നു വരുന്ന ഒരു ബോധത്തിന് പറയുന്ന പേരാണ് മനുഷ്യൻ. സത്യത്തിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ തലച്ചോറിന് നമ്മുടെ അഭിപ്രായത്തിന് എതിരായ ഒരു അഭിപ്രായത്തെ സ്വീകരിക്കാൻ താല്പര്യമില്ല. ഉടനെ റെസിസ്റ്റ് ചെയ്യും. നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നതിന്റെ പ്രധാന കാരണം അയാൾ എനിക്കൊപ്പം നിൽക്കുന്നു എന്നതാണ്. അയാൾ എനിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അയാളോട് എനിക്ക് സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ അഭിപ്രായത്തിനെതിരെ അയാൾ ഒരു കാര്യം പറയുമ്പോഴാണ്. നമ്മുടെ അഭിപ്രായത്തിനെതിരെ നമുക്ക് താഴെ എന്ന് തോന്നുന്ന ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടൻ വയലൻസ് ഉണർന്നു വരുന്ന ബോധത്തിന് പറയുന്ന പേരാണ് മനുഷ്യൻ. ആദ്യത വരിക. ആദ്യം ഒരിക്കലും അയാൾ പറയുന്നതിൽ ശരിയുണ്ടോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണരില്ല, ഒരിക്കലും ഉണരില്ല. അതുകൊണ്ടാണ് നാരായണൂര് പറയുന്നത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അറിയാനും അറിയിക്കാനും എന്നത് തത്വചിന്താപരമായിട്ട് മാത്രമേ നമ്മളിൽ ഫങ്ഷൻ ചെയ്യൂ. നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ ഫങ്ഷനിങ്ങിൽ വാദിക്കലും ജയിക്കലുമാണ് എപ്പോഴും. നമ്മുടെ ഭവനങ്ങൾ ഇത്രമാത്രം സംഘർഷഭരിതമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നും നമ്മൾ വീട്ടിൽ വാദിച്ച് ജയിച്ച് തോൽക്കുകയാണ്. ഭാര്യ ഭർത്താവിനോട് വാദിച്ച് ജയിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് വാദിച്ച് ജയിക്കുന്നു, അച്ഛനമ്മമാർ കുട്ടിയോട്. എന്റെ ശരി സ്ഥാപിക്കുക എന്നുള്ളതാണ് ബ്രെയിനിന്റെ നാച്ചുറൽ ഫങ്ഷനിങ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അത് നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൾച്ചർ എന്ന് പറയുന്നത്.